അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹാബത്തിഹി വമൻവാല വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഇന്ന് അൽഫിയയുടെ വ്യാകരണ വിഷയത്തിലുള്ള തുടക്ക ക്ലാസ്സിലാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരു ആമുഖം വ്യാകരണത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു. പിന്നെ ഇബ്നു മാലിക്കിൻ്റെ ഈ അൽഫിയയുടെ മുഖദ്ദിമ, ആമുഖം, അതിലെ പദ്യങ്ങളുടെ അർത്ഥവും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി വിഷയം തുടങ്ങുകയാണ്. ഗ്രന്ഥകാരൻ തുടങ്ങുന്നത് അൽ കലാമു വമാ യതഅല്ലഫു മിൻഹു എന്ന അധ്യായത്തിലാണ്. അൽ കലാം, കലാമിനെ വിശദീകരിക്കുന്ന അധ്യായം. വമാ യതഅല്ലഫു മിൻഹു, ഏതൊന്നിൽ നിന്നാണോ കലാം ചേർന്നുണ്ടാകുന്നത് അതും വിശദീകരിക്കുന്ന അധ്യായം. അപ്പോൾ അൽ കലാം, കലാമിനെ വിശദീകരിക്കുക. പിന്നെ വമാ യതഅല്ലഫു മിൻഹു, ഏതൊന്നിൽ നിന്ന് കലാം ചേർന്നുണ്ടാകുന്നുവോ അതിനെയും വിശദീകരിക്കുന്ന അധ്യായം. അതാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ ഖാമ സൈദുൻ, ഖാമ സൈദുൻ, ഇത് കലാമാണ്. അതിൻ്റെ വിവരണം നമുക്ക് വരുന്നുണ്ട്. ഖാമ സൈദുൻ എന്നുള്ളത് കലാമാണ്. അപ്പോൾ ഇതിനെ വിശദീകരിക്കുന്ന, കലാമിനെ വിശദീകരിക്കുന്ന, അതിവിടെ വിശദീകരണം വരുന്നുണ്ട്. പിന്നെ വമാ യതഅല്ലഫു മിൻഹു, കലാം ഏതൊന്നിൽ നിന്ന് ചേർന്നുണ്ടായോ. അപ്പോൾ ഇവിടെ ഖാമ എന്നുള്ളത് നിന്നു എന്ന ഫിഅലാണ്, പ്രവൃത്തിയാണ്. സൈദുൻ എന്നുള്ളത് ഫാഇലാണ്, അത് ഇസ്മാണ്. സൈദുൻ എന്നുള്ളത് ഇസ്മാണ്. അപ്പോൾ ഖാമ സൈദുൻ എന്നുള്ള കലാം അത് ഏതിനാലാണ് ചേർന്നുണ്ടായത്? ഒരു ഫിഅലിനാലും ഒരു ഇസ്മിനാലുമാണ്. അപ്പോൾ വമാ യതഅല്ലഫു മിൻഹു എന്ന് പറഞ്ഞാൽ കലാം ഏതൊന്നുകൊണ്ട് ചേർന്നുണ്ടായോ. അപ്പോൾ ഇവിടെ ഫിഅല് കൊണ്ടും ഇസ്മു കൊണ്ടുമാണ് ചേർന്നുണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ചും വിശദീകരിക്കുന്ന അധ്യായം. ചിലപ്പോൾ കലാം ചേർന്നുണ്ടാകാൻ, ഇപ്പോൾ ഖദ് ഖാമ സൈദുൻ എന്നാണ് എങ്കിൽ ഇത് ഖദ് എന്നുള്ളത് ഹർഫാണ്, അക്ഷരം. അപ്പോൾ ഇവിടെ കലാം ഖദ് ഖാമ സൈദുൻ, അതിനെ വിശദീകരിക്കുന്ന അധ്യായമാണിത്. വമാ യതഅല്ലഫു മിൻഹു, ഈ കലാം ചേർന്നുണ്ടാകുന്നത് ഇവിടെ ഹർഫ്, ഫിഅല്, ഇസ്മ്, ഈ മൂന്നെണ്ണമാണ്. അപ്പോൾ ഇതിനെയും വിശദീകരിക്കുന്ന അധ്യായം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ഗ്രന്ഥകാരൻ എന്താണ് കലാം, അതിനെ വിശദീകരിക്കുന്ന അധ്യായമാണല്ലോ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. ഗ്രന്ഥകാരൻ പറയുന്നു, കലാമുനാ ലഫ്ദുൻ മുഫീദുൻ കസ്തഖിം വസ്മുൻ വഫിഅലുൻ സുമ്മ ഹർഫുൻ അൽ കലിം വാഹിദുഹു കലിമത്തുൻ വൽ ഖൗലു അം വകിൽമത്തുൻ ബിഹാ കലാമുൻ ഖദ് യുഅം. അതേ പറയുന്നു, കലാമുന, നമ്മളുടെ അടുക്കൽ കലാം. നമ്മുടെ അടുക്കൽ കലാം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ നമ്മുടെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാ നഹ്വ് പണ്ഡിതന്മാരെയാണ്, വ്യാകരണ പണ്ഡിതന്മാരെയാണ്. അപ്പോൾ കലാമുന, നമ്മളുടെ അടുക്കൽ അഥവാ നഹ്വിൻ്റെ പണ്ഡിതന്മാരുടെ അടുക്കൽ കലാം എന്നാൽ ലഫ്ദുൻ, അത് ലഫ്ളാകുന്നു. ലഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചാരണം, സംസാരം. എങ്ങനെയുള്ള ലഫ്ദ്? മുഫീദുൻ, പൂർണ്ണമായ ആശയം ദ്യോതിപ്പിക്കുന്ന, പ്രദാനം ചെയ്യുന്ന. അപ്പോൾ പൂർണ്ണമായ ആശയം പ്രദാനം ചെയ്യുന്ന ലഫ്ദാകുന്നു നമ്മളുടെ അടുക്കൽ കലാം. കസ്തഖിം, ഇസ്തഖിം പോലുള്ളത്
പ്രദാനം ചെയ്യുന്ന ലഫ്ദ്. ഇവിടെ ഇതിന് വിശദമായി മനസ്സിലാക്കിയാൽ, ഇപ്പോൾ കലാമുന, നമ്മളുടെ അടുക്കൽ കലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഉലമാ ഉൻ നഹ്വാണ്, നഹ്വ് പണ്ഡിതന്മാരാണ്, നഹ്വീൻ അല്ലെങ്കിൽ ഉലമാ ഉൻ നഹ്വ്, നഹ്വിൻ്റെ പണ്ഡിതന്മാർ. നഹ്വിൻ്റെ പണ്ഡിതന്മാരുടെ അടുക്കൽ കലാം. ഉലമാ ഉൽ ലുഗ, ഭാഷാ പണ്ഡിതന്മാരുണ്ട്, അവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഉലമാ ഉൽ ഫിഖ്, ഫിഖ് പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉലമാ ഉൽ മന്തിഖ്, ലോജിക്കിൻ്റെ പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ്. അതേപോലെ മറ്റു പണ്ഡിതന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വ്യാകരണ പണ്ഡിതന്മാർക്ക് കലാമിനൊരു ഭാഷയുണ്ട്. അതാണിവിടെ ലഫ്ദുൻ മുഫീദുൻ, പൂർണ്ണമായ ആശയം ദ്യോതിപ്പിക്കുന്ന തരുന്ന പദപ്രയോഗമാണ്, സംസാരമാണ് കലാം. ഭാഷാ പണ്ഡിതന്മാർ ഇപ്പോൾ ഒരാളുടെ മനസ്സിലുള്ളത് അവരെന്നെ ബോധ്യപ്പെടാൻ ഏതൊരു പ്രയോഗവും, അതിനി ചിലപ്പം ഹത്ത് എഴുത്തായിരിക്കും, ചിലപ്പോൾ റസ്മ് വരയായിരിക്കും, ചിലപ്പോൾ ഇഷാറ സൂചനയായിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ചില നദർ നോട്ടങ്ങളായിരിക്കും. ഇതൊക്കെ ഭാഷാ പണ്ഡിതന്മാരുടെ അടുക്കൽ സംസാരമാണ്. ഇപ്പോൾ അയാൾക്കൊരു കാര്യം പറയാൻ വയ്യ, പക്ഷെ അദ്ദേഹത്തിന് അത് എഴുതി ബോധിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഭാഷാ പണ്ഡിതന്മാരുടെ അടുക്കൽ അത് കലാമാണ്. ചിലർക്ക് വരച്ച് ബോധിപ്പിക്കാൻ കഴിയും, അത് കലാമാണ്. ചിലർ ദൃഷ്ടി കൊണ്ട് കാണിക്കും തൻ്റെ ആശയം, അത് മറ്റാളിൽ പ്രതിഫലിക്കുമ്പോൾ അത് കലാമാണ്. ചിലരുടേത് നോട്ടങ്ങൾ, ചില ആളുകൾ ചില കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് എങ്കിൽ അവരെന്നെ അത് ബോധ്യപ്പെടും. അതൊക്കെ എന്താണ്, ഭാഷാ പണ്ഡിതന്മാരുടെ അടുക്കലും മറ്റും അത് കലാമാണ്. ഇനി ഫുഖഹായിൻ്റെ അടുക്കൽ കലാം ആകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിസ്കാരം ബാത്തിലാകാനുള്ള കലാം, അതിനൊരു പ്രത്യേക നിർവചനമാണ് ഫുഖഹായിന്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക്. ഇതൊന്നും ഉലമാ ഉൻ നഹ്വ്, വ്യാകരണ പണ്ഡിതന്മാരുടെ അടുക്കൽ കലാമല്ല. വ്യാകരണ പണ്ഡിതന്മാരുടെ അടുക്കൽ കലാം ആകണമെങ്കിൽ കലാമുന ലഫ്ദുൻ മുഫീദുൻ, പൂർണ്ണമായ ആശയം തരുന്ന സംസാരമായിരിക്കണം എന്നുള്ളതാണ്. കസ്തഖീം, ഇസ്തഖീം എന്നുള്ള ഈ ലഫ്ദ് ആശയം തരുന്നത് പോലെ, പൂർണ്ണമായ ആശയം തരുന്നത് പോലെ. എന്താ ഇസ്തഖീമിൻ്റെ പ്രത്യേകത? ഇസ്തഖീം എന്ന് പറഞ്ഞാൽ നീ നേരെ നിൽക്കുന്ന അർത്ഥം, നീ നേരെ നിൽക്ക്, അല്ലെങ്കിൽ നീ നേരെയാവുക എന്നാണ്. അപ്പോൾ ഇവിടെ ഇസ്തഖീം എന്നുള്ളത് കലാമാണ്. അത് ഒരു ഫിഅലും പിന്നെ ഒരു ഇസ്മും ചേർന്നാണ് ഇസ്തഖീം എന്നുള്ളത്. നീ എന്ന് പറയുന്ന ഇസ്മ അതിലുണ്ട്, പിന്നെ ഇസ്തഖീം എന്നുള്ള ക്രിയയുണ്ട്, ഫിഅലും ഉണ്ട്. അപ്പോൾ ഇസ്തഖീം അൻത എന്നാണ്, നീ നേരെ നിൽക്ക്. അൻത എന്നുള്ളത് ഇവിടെ ദമീറുൻ മുസ്തത്തിറുൻ വുജൂബൻ, ഇതിൽ ഒളിഞ്ഞ് കിടക്കുന്ന സർവനാമാണ് അൻത എന്നുള്ളത്. അപ്പോൾ അൻത എന്നുള്ള ഇസ്മും പിന്നെ ക്രിയയും ചേർന്ന് പൂർണ്ണ അർത്ഥം തരുന്ന ലഫ്ദാണ് ഇസ്തഖീം. അപ്പോൾ അതുപോലുള്ളതാണ് നമ്മളുടെ അടുക്കൽ കലാം എന്നാണ്. അവിടെ ഇസ്തഖീം എന്നുള്ളതിൽ ഇസ്മും ഫിഅലും വന്നു. കലാമാകാൻ ഇസ്മും ഫിഅലും അല്ലെങ്കിൽ രണ്ട് ഇസ്മായാലും മതി. ഇപ്പം ഇസ്മും ഫിഅലും എന്നുള്ളത് ഇപ്പം ഖാമ സൈദുൻ, ഖാമ സൈദുൻ, സൈദ് നിന്നു. ഇത് ലഫ്ദും മുഫീദാണ്, മനസ്സിലല്ലേ? ലഫ്ദും മുഫീദ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഈ ലഫ്ദ് പറയുന്നതോടുകൂടി കേൾക്കുന്നവൻ അതിലൊരു പൂർണ്ണ ആശയം ഗ്രഹിച്ചു. കേൾക്കുന്നവൻ ഇനി എന്തില്ല, അതിലൊരു സംശയമല്ല, ഒരു തിരിച്ചു ചോദ്യമില്ല. ഖാമ സൈദുൻ, സൈദ് നിന്നു, കേൾക്കുന്നവന് ബോധ്യപ്പെട്ടു സൈദ് നിന്നു എന്ന കാര്യം. എന്നാൽ ഈ ഖാമ സൈദുൻ എന്നതിന് മുമ്പിൽ ഇൻ ഖാമ സൈദുൻ എന്നായി.
ഇൻ ഖാമ സെയ്ദുൻ, സെയ്ദ് നിന്നെങ്കിൽ. ഈ ഇൻ ഖാമ സെയ്ദുൻ എന്നുള്ളത് കലാമല്ല, കാരണം അത് ലഫ്ദുൻ മുഫീദല്ല. എന്തുകൊണ്ട് നോക്കിയേ, ഇൻ ഖാമ സെയ്ദുൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവന് ചോദ്യം ബാക്കിയായി, അവൻ്റെ അടുക്കൽ ഒരു ചോദ്യം ഉണ്ടായി, അവന് ഈ ജുംല പൂർണ്ണമല്ല, മുഫീദല്ല. കാരണം സെയ്ദ് നിന്നെങ്കിൽ എന്ത് അണ്ട, അത് പൂർണ്ണമല്ല. അപ്പോൾ ഇവിടെ ഇൻ ഖാമ സെയ്ദുൻ എന്നുള്ളത് ലഫ്ദുൻ മുഫീദല്ല. അതേസമയം ഖാമ സെയ്ദുൻ എന്നുള്ളത് ലഫ്ദുൻ മുഫീദാണ്, കാരണം അതൊരു പൂർണ്ണ ആശയം തന്നു. ഇനി രണ്ട് ഇസ്മിനാൽ ലഫ്ദുൻ മുഫീദ് ഉണ്ടാകും. ഉദാഹരണത്തിന് സെയ്ദുൻ ഖായിമുൻ, സെയ്ദ് ഖായിമുൻ നിൽക്കുന്നവനാകുന്നു. ഇവിടെ സെയ്ദുൻ എന്നുള്ളതും ഇസ്മാണ്, ഖായിമുൻ എന്നുള്ളതും ഇസ്മാണ്. അത് ലഫ്ദുൻ മുഫീദാണ്. സെയ്ദുൻ ഖായിമുൻ, സെയ്ദ് നിൽക്കുന്നവനാകുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്നവൻ അവനൊരു ഫായിദ ലഭിച്ചു, ആശയം ലഭിച്ചു പൂർണ്ണാർത്ഥത്തിൽ. അപ്പോൾ വ്യാകരണ പണ്ഡിതന്മാരുടെ അടുക്കൽ കലാം എന്നാൽ ലഫ്ദുൻ മുഫീദുൻ കസ്തഖീം, ഇസ്തഖീം പോലുള്ള പൂർണ്ണ ആശയം പ്രദാനം ചെയ്യുന്ന ലഫ്ദ്, അതാകുന്നു നമ്മളുടെ അടുക്കൽ കലാം. ഇതാണ് ആര് പറയുന്നത്? ഇബ്നു മാലിക് റഹിമഹുല്ല പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, വസ്മുൻ വഫിഉലുൻ സുമ്മ ഹർഫുൻ അൽ കലിമു. ഇവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കലാം അതിൻ്റെ വിശദീകരണമാണ് ലഫ്ദുൻ മുഫീദുൻ. ഉദാഹരണമാണ് കസ്തഖീം. വമാ യതഅല്ലഫു മിൻഹു, ഏതൊന്നിൽ നിന്നാണോ കലാം ചേർന്നുണ്ടാകുന്നത് അതിനെയും വിശദീകരിക്കുകയാണ്. അപ്പോൾ ആ വമാ യതഅല്ലഫു മിൻഹു, ഏതൊന്നിൽ നിന്നാണോ കലാം ചേർന്നുണ്ടാകുന്നത് അത് ഇസ്മുൻ വഫിഉലുൻ ഫിഉലുൻ സുമ്മ ഹർഫുൻ, പിന്നീട് ഹർഫുമാകുന്നു. അപ്പോൾ കലാം അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ വമാ യതഅല്ലഫ് മിൻഹു, അത് ഇസ്മുൻ വഫിഉലുൻ സുമ്മ ഹർഫുൻ. അപ്പോൾ ഇസ്മും ഫിഉലും ഹർഫും ഇവ ചേർന്നാകുന്നു കലാം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഖാമ സെയ്ദുൻ, അതിൽ ഫിഉൽ വന്നു, സെയ്ദുൻ എന്ന ഇസ്മു വന്നു. സെയ്ദുൻ ഖായിമുൻ, അതിൽ രണ്ട് ഇസ്മു വന്നു. ഖദ് ഖാമ സെയ്ദുൻ, ഇതും കലാമാണ്, തീർച്ചയായും സെയ്ദ് നിന്നു എന്നാണ്. അവിടെ ഖദ് ഹർഫ് വന്നു, ഖാമ ഫിഉൽ വന്നു, സെയ്ദുൻ ഇസ്മു വന്നു. അപ്പോൾ കലാം ചേർന്നുണ്ടാകുന്നത് ഇസ്മിനാൽ, ഫിഉലിനാൽ, ഹർഫിനാൽ ആകുന്നു. ഇത് മൂന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇസ്മ രണ്ടെണ്ണം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഇസ്മും ഫിഉലും ഉണ്ടായാൽ കലാം ചേർന്നുണ്ടാകും. മൂന്നും ചേർന്നും കലാം ഉണ്ടാകും. ഗ്രന്ഥകാരൻ പറയുന്നു, അൽ കലീം എന്നാൽ വാഹിദുഹു, അതിൻ്റെ ഏകവചനം കെലിമത്താകുന്നു. അപ്പോൾ കെലിമത്തുൻ എന്നതിൻ്റെ ബഹുവചനമാകുന്നു അൽ കലീം. ഈ പദം ജംആണ്, ബഹുവചനാണ്. അതിന് മുഫ്രദാണ്, ഏകവചനമാണ് കെലിമത്തുൻ എന്നുള്ളത്. അൽ കലിമു വാഹിദുഹു കെലിമത്തുൻ, അൽ കലീം എന്നതിൻ്റെ ഏകവചനമാകുന്നു കെലിമത്തുൻ എന്നത്. അല്ലേ, ഇതിന് ജം എന്ന് പറയും. ഇസ്മുൽ ജിൻസ് അൽ ജംഇ എന്ന് പറയും. ഇസ്മുൽ ജിൻസ് അൽ ജംഇ എന്ന്, അതായത് ഇപ്പോൾ തമ്രത്തുൻ, ഒരു കാരക്ക, ഇതിൻ്റെ ബഹുവചനം എന്താണ്? തമ്രുൻ. തമ്രത്തുൻ ഏകവചനം, തമ്രുൻ ബഹുവചനം. സമറുൻ എന്ന് പറയുന്നത് പോലെ ഈ ജമ്മിൻ്റെ പ്രത്യേകത ഏകവചനത്തിലെ
ത അത് കളയൽ കൊണ്ടാണ് ഈ ജമ്മ ഉണ്ടാകുക. ഇങ്ങനെയുള്ള ജമ്മിനാണ് ഇസ്മുൽ ജിൻസ് അൽ ജം എന്ന് പറയാം, അൽ ജംഇ എന്ന് പറയാം. അപ്പോൾ ഇവിടെ അതാണ് ഇവിടെ പറയുന്നത്, അൽ കലിമു വാഹിദുഹു കലിമത്തുൻ. അൽ കലീം എന്നതിൻ്റെ ഏകവചനമാകുന്നു കലിമത്ത്. ചിലപ്പോൾ അത് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇപ്പോൾ റോമക്കാർ എന്നുള്ളത് റൂം എന്ന് പറയും. അതിൻ്റെ ഏകവചനം റൂമിയുൻ എന്നാണ്, റൂമിയുൻ. അപ്പോൾ തമ്രത്തുൻ എന്നുള്ളതിൽ നിന്ന് താ പോയപ്പോൾ അതിൻ്റെ ബഹുവചനം ഉണ്ടായി. അതേപോലെ റൂമിയുൻ എന്നതിലെ ഏകവചനത്തിൽ നിന്ന് അതിലെ യാ പോയാൽ ബഹുവചനം ഉണ്ടാകും, റൂം, റോമാക്കാർ. അതും എന്താണ്? ഇസ്മുൽ ജിൻസ് അൽ ജംഇയാണ്. ഏതായാലും ഇവിടെ അൽ കലീം വാഹിദുഹു അതിൻ്റെ ഏകവചനമാകുന്നു കലിമത്തുൻ, കലിമത്തുൻ എന്നുള്ളത്. ഇനി എന്താണ് കലിമത്ത്, എന്താണ് കലീം? ചില വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്മുൻ വഫിഉലുൻ സുമ്മ ഹർഫുൻ അൽ കലീം, കലീമാകുന്നു. ഇസ്മും ഫിഉലും ഹർഫും കൂടിയത് ചേർന്നത് അൽ കലീമാകുന്നു. അപ്പോൾ ഇവിടെ ഖദ് ഖാമ സൈദുൻ, അതിൽ ഹർഫ് വന്നു, ഫിഉല് വന്നു, ഇസ്മും വന്നു. ഇത് കലീമാണ്, കലീമാണ്. ഇൻ ഖാമ സൈദുൻ, ഇവിടെ ഇൻ ഹർഫ് വന്നു, ഖാമ ഫിഉല് വന്നു, സൈദുൻ ഇസ്മും വന്നു. ഇതും കലീമാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം, ഖദ് ഖാമ സൈദുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലഫ്ദുൻ മുഫീദാണ്, പൂർണ്ണ ആശയം തന്നു. എന്നാൽ ഇൻ ഖാമ സൈദുൻ, സെയ്ദ് നിന്നെങ്കിൽ അതൊരിക്കലും എന്തല്ല, കലാമല്ല. കാരണം അത് ലഫ്ദുൻ മുഫീദല്ല, കാരണം ഇത് പൂർണ്ണമായൊരു ആശയം തരുന്നില്ല. ഇൻ ഖാമ സൈദുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രോതാവിന് ഒരു പൂർണ്ണ ആശയം തരുന്നില്ല. ഒരു ചോദ്യം ബാക്കിയുണ്ട്, സെയ്ദ് നിന്നെങ്കിൽ എന്ത് എന്ന്. അപ്പോൾ അത് കലാമല്ല, അത് കലീമാണ്. കാരണം കലിമിൽ ലഫ്ദുൻ മുഫീദ് ആവണമെന്നില്ല. കലിമിൽ ഇസ്മും ഫിഉലും ഹർഫും അതിലുണ്ടായാൽ മതി. ഖാമ സൈദുൻ എന്നുള്ളത് അൽ കലീം അല്ല. എന്തുകൊണ്ട്? ഖാമ സൈദുൻ എന്നുള്ളതിൽ ഫിഉലും ഉണ്ട്, ഇസ്മും ഉണ്ട്, പക്ഷെ അതിൽ ഹർഫില്ല. അപ്പോൾ ഇസ്മ്, ഫിഉല്, ഹർഫ് എന്നീ മൂന്ന് കലിമത്തുകൾ ചേർന്നുണ്ടാകുന്നതാകുന്നു കലീം. അതാണ് അതിൻ്റെ നിർവചനം. കലിമത്തോ, കലിമത്ത്, അപ്പോൾ വ്യാകരണ പണ്ഡിതന്മാരുടെ അടുക്കൽ ഒരു ലഫ്ദുൻ മൗദൂആണ്, ഒരു പദമാണ്. ഒന്നുകിൽ അത് ഇസ്മാകാം, അല്ലെങ്കിൽ അത് ഹർഫാകാം, അല്ലെങ്കിൽ ഫിഉലാകാം. ഇപ്പോൾ ഇൻ എന്നുള്ളത് കലിമത്താണ്, സെയ്ദുൻ എന്നുള്ളത് കലിമത്താണ്, ഖാമ എന്നുള്ളതും കലിമത്താണ്. ഖാമ ഫിഉലാണ്, സെയ്ദ് ഇസ്മാണ്, ഇൻ എന്നുള്ളത് ഹർഫാണ്. ഇതൊക്കെ കലിമത്താണ്. കലിമത്തുകൾ എല്ലാം ചേർന്നുണ്ടാകുന്നതാണ് അൽ കലീം. അത് മുഫീദായിക്കൊള്ളണമെന്നില്ല, മുഫീദാണ് മുമ്പ് അത് കലാമാകുന്നു. ഇതാണ് ഇവിടെ ഇതിൻ്റെ നിർവചനമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഗ്രന്ഥകാരൻ പറയുന്നു, വൽ ഖൗലു അം, അൽ ഖൗൽ എന്നുള്ളത്, അൽ ഖൗൽ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ വാക്ക്, സംസാരം എന്നൊക്കെ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഖൗൽ. ഖാല യഖൂലു ഖൗൽ, ഖാല പറഞ്ഞു, യഖൂലു പറയും, അതിൻ്റെ മസ്ദറാണ് അൽ ഖൗൽ. ഖൗൽ എന്നുള്ളത് അം, അം എന്ന് പറഞ്ഞാൽ കലാമിനും കലിമിനും കലിമത്തിനും പൊതുവിലാകുന്നു, പൊതുവിലാകുന്നു. ചിലർ പറഞ്ഞു ആമുൻ ആകുന്നു, വൽ ഖൗലു ആമുൻ. അല്ലെങ്കിൽ ചിലർ പറഞ്ഞു വൽ ഖൗലു ആം, എല്ലാത്തിനും പൊതുവിലാകുന്നു എന്നർത്ഥത്തിൽ. എന്തായാലും ഖൗൽ എന്നുള്ളത് കലാമിന് പറയും. അപ്പോൾ ഖാമ സൈദുൻ എന്നുള്ളത് ഖൗലാണ്. കലിമത്തിന് പറയും. അപ്പോൾ ഇൻ എന്നുള്ളത് ഖൗലാണ്. ഇൻ ഖാമ സൈദുൻ എന്നുള്ളതും ഖൗലാണ്. ഖൗൽ എന്നുള്ളത് ഇതിനെല്ലാത്തിനും പറയുന്ന ഒരു പൊതു പേരാണ്. അവസാനം അദ്ദേഹം വക്കിൽമത്തുൻ ബിഹാ കലാമുൻ ഖദ് യുഅം
വക്കിൽമത്തുൻ, കിൽമത്ത് എന്നുള്ളത്, ബിഹ അതുകൊണ്ട്, കലാമുൻ കലാം, ഖദ് യുഅം ചിലപ്പോൾ ഉദ്ദേശിക്കപ്പെടും, ചിലപ്പോൾ ഉദ്ദേശിക്കപ്പെടും. ഇവിടെ ഖദ് എന്നുള്ളതിന് ചിലപ്പോൾ എന്നാണ് അർത്ഥം പറഞ്ഞത്. യുഅം എന്ന് പറഞ്ഞാൽ യുഖ്സദ് ഉദ്ദേശിക്കപ്പെടും, ഖദ് യുഅം ചിലപ്പോൾ ഉദ്ദേശിക്കപ്പെടും. അത് പിന്നെ വ്യാകരണ പണ്ഡിതന്മാരുടെ ഭാഷയിൽ. അതില്ല എങ്കിൽ ഇവിടെ ഖദ് എന്നുള്ളതിന് തീർച്ചയായും എന്നർത്ഥം പറയേണ്ടതുണ്ട്. അതെന്തുകൊണ്ട് അതിന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാനൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇപ്പോൾ ഈ കിൽമത്തുൻ എന്നുള്ളതും കെലിമത്തുൻ എന്നുള്ളതും പര്യായ പദങ്ങളാണ്. കെലിമത്തുൻ എന്നതിന് കിൽമത്തുൻ എന്നും പറയും. ഇങ്ങനെ രണ്ട് ഉച്ചാരണമുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് ഇവിടെ വക്കെലിമത്തും ബിഹ കലാമുൻ ഖദ് യുഅം എന്ന് പറയാതെ വക്കിൽമത്തുൻ എന്ന് ഗ്രന്ഥകാരൻ പ്രയോഗിച്ചത്. മനസ്സിലായി? അത് ഈ കിൽമത്തിൻ്റെയും കെലിമത്തിൻ്റെയും വിഷയത്തിൽ. എന്നാൽ ഈ കലാം എന്നുള്ളതുണ്ടല്ലോ, കലാം എന്നുള്ളതിന് കലാം, അതിന് കലാം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ലഫ്ദുൻ മുഫീദുൻ. ഇത് കുലാം എന്ന് പറയും. അപ്പോൾ ഉറച്ച മണ്ണ്, ഉറച്ച ഭൂമി എന്നാണ് അർത്ഥം. ശരിയല്ലേ? കിലാം എന്ന് പറയും, കിലാം. അപ്പോൾ മുറിവുകൾ എന്നാണ് അർത്ഥം. മുറിവുകൾ, വ്രണങ്ങൾ എന്ന അർത്ഥത്തിനാണ് കിലാം പ്രയോഗിക്കുക. ഭാഷാപരമായിട്ടുള്ളൊരു ഇത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. കിൽമത്തുൻ എന്ന് പറഞ്ഞാൽ കെലിമത്തുൻ എന്നതിൻ്റെ പര്യായ പദമാണ്. തയ്യിബ്, ഇവിടെ പറയുന്നത് വക്കിൽമത്തുൻ കിൽമത്ത് ബിഹ അതുകൊണ്ട് കലാമുൻ കലാം ഖദ് യുഅം ഉദ്ദേശിക്കപ്പെടും എന്നാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം കെലിമത്ത് ഒന്നുകിൽ ഹർഫാകാം, അല്ലെങ്കിൽ ഇസ്മാകാം, അല്ലെങ്കിൽ ഫിഅലാകാം എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ കലാമിന് തന്നെ കെലിമത്തുൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. കലാമിന് തന്നെ കെലിമത്ത് എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാ, എന്താ ലാ ഇലാഹ ഇല്ലല്ലാ? ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് കെലിമത്ത് തൗഹീദാണ്. കെലിമത്ത് തൗഹീദാണ്. തൗഹീദിൻ്റെ അല്ലെങ്കിൽ കെലിമത്തു ഷഹാദയാണ്. ഷഹാദത്തിൻ്റെ കെലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഇത് നോക്കൂ നിങ്ങൾ, ഇതിൽ ലാ എന്ന ഹർഫ്, ഇലാഹ എന്നുള്ള ഇസ്മ്, പിന്നെ ഇല്ല എന്നുള്ള ഹർഫ്, അള്ളാ എന്നുള്ള ലഫ്ദുൽ ജലാല, ഇസ്മുൽ ജലാല, ഇതൊക്കെ ചേർന്നതാണ് ഈ കെലിമത്ത്. ഹർഫ് മാത്രമല്ല, ഇസ്മ് മാത്രമല്ല, പിന്നെ ഹർഫുകളുണ്ട്, ഇസ്മുകളുണ്ട്. അതൊക്കെ കൂടിയതിന് നമ്മൾ കെലിമത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രന്ഥകാരൻ പറഞ്ഞു കെലിമത്ത് എന്നുള്ളത് കൊണ്ട് കലാമും ഉദ്ദേശിക്കപ്പെടും. അത് പറയാൻ കാരണം ഇങ്ങനെ കെലിമത്തുകൾ വന്നത് കാരണത്താലാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു ആയത്തുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. മരണാസന്നനായ ഒരു വ്യക്തിയുടെ അടുക്കൽ അയാൾ വീഴ്ച വരുത്തി ജീവിച്ചവനാണ് എങ്കിൽ ആ മരണാസന്ന വേളയിൽ അയാൾ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവർക്ക് മരണം ആസന്നമായാൽ, മരണം അവരുടെ അടുക്കൽ വന്നാൽ, ഖാല അവൻ പറയും റബ്ബിർജിഊൻ, റബ്ബേ എന്നെ മടക്കണമേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ വീഴ്ച വരുത്തിയതിൽ ഞാൻ സുകൃതം അനുഷ്ഠിച്ച് എൻ്റെ വീഴ്ച വരുത്തിയതിന് ഞാൻ പരിഹരിക്കാം, എന്നെ മടക്കുകയാണ് എങ്കിൽ. റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. മനസ്സിലായി? ഇത് മരണാസന്നനായ വ്യക്തി വീഴ്ച വരുത്തി ജീവിച്ചപ്പോൾ അയാളുടെ ഒരു പരിതപിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? കല്ല, ഒരിക്കലും മടക്കൂല, ഇന്നഹാ കലിമത്തുൻ, അതൊരു കെലിമത്താകുന്നു, ഹുവ ഖായിലുഹാ, അവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ റബ്ബി ഇർജിഊനി ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, എട്ടിലേറെ കെലിമത്തുകൾ വന്ന ഒരു വാചകത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നഹാ കലിമത്തുൻ, അതൊരു കെലിമത്താകുന്നു. അപ്പോൾ ഒരു കലാമാണ്, 8 പദങ്ങൾ ചേർന്നുണ്ടായ പൂർണ്ണാശയമുള്ള ഒരു കലാമാണ്.
ആ കലാമിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നഹാ കലിമത്തുൻ. അപ്പോൾ ഇങ്ങനെ കലിമത്തുകൾ വന്നിട്ടുണ്ട്, കലാമിന് പര്യായമായിട്ട് കലിമത്ത് വന്നിട്ടുണ്ട്, കലാമിന് പര്യായമായിട്ട് കലിമത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഗ്രന്ഥകാരൻ വകിൽമത്തുൻ കലിമത്തുൻ അല്ലെങ്കിൽ കിലിമത്തുൻ ബിഹ, അതുകൊണ്ട് കലാമുൻ കലാം ഖദ് യുഅം ഉദ്ദേശിക്കപ്പെടും എന്ന്. വ്യാകരണ പണ്ഡിതന്മാരുടെ ഭാഷയിൽ ചിലപ്പോൾ ഉദ്ദേശിക്കപ്പെടും, പക്ഷേ യഥാർത്ഥത്തിൽ തീർച്ചയായും അത് ഉദ്ദേശിക്കപ്പെടും. കാരണം കലിമത്ത് അപ്രകാരം പലതായി വന്നിട്ടുണ്ട്. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ദഖു കലിമത്തിൻ ഖാലഹ അശ്ശാഇർ ഷാഇറുൻ, ഒരു കവി പറഞ്ഞതിൽ ഏറ്റവും സത്യസന്ധമായ വാക്ക് എന്ന് പറഞ്ഞ് ഒരു കവിതയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹദീസിൽ കാണാം അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു എന്ന് പറയുന്ന ഒരു വരി കവിതയാണ്, ലബീദിൻ്റെ കവിതയാണത്. ആ ലബീദിൻ്റെ ആ കവിതയെക്കുറിച്ച് അതൊരു വരി കവിതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്ദഖു കലിമത്തിൻ എന്നാണ്, ഏറ്റവും സത്യസന്ധമായ കലിമത്ത് എന്നാണ്. അവിടെ കലാമാണ്. അപ്പം ഇങ്ങനെയുള്ള കലാം കലിമത്ത് എന്ന പരിചയപ്പെടുത്തിക്കൊണ്ട് വന്നതിനാലാണ് ഇവിടെ ഈ ഒരു ഭാഗം പദ്യത്തിൽ ഗ്രന്ഥകാരൻ പ്രത്യേകം ഉണർത്തിയത്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഇസ്മ്, എന്താണ് ഫിഅൽ, എന്താണ് ഹർഫ്, ഇതൊക്കെ നമുക്ക് പിന്നീട് ഇനി വഴിയേ വരും. ഇപ്പം നമ്മൾ ഈ ഒരു 2 വരി കവിത അതിൽ ഗ്രന്ഥകാരൻ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് കലാമുനാ ലഫ്ദുൻ മുഫീദുൻ കസ്തഖിം, കലാമുനാ ലഫ്ദുൻ മുഫീദുൻ കസ്തഖിം. പിന്നെ രണ്ടാമത്തെ കാര്യം വസ്മുൻ വഫിഉലുൻ സുമ്മ ഹർഫുൻ. മൂന്നാമത്തേത് അൽ കലിമു വാഹിദുഹു കലിമത്തുൻ. നാലാമത്തേത് വൽ ഖൗലു അം. അഞ്ചാമത്തേത് വകിൽമത്തുൻ ബിഹാ കലാമുൻ ഖദ് യുഅം. ഇൻഷാ അല്ലാഹ് തുടർച്ചയിൽ നമുക്ക് ഇനി ബാക്കി ഭാഗങ്ങൾ പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.